നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. KS ചിത്ര എന്ന് കേട്ടാൽ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ചിത്രയുടെ ചിരി കണ്ടാൽ തന്നെ മനസ്സും നിറയും. മുഖത്തൊരു ചെറു ചിരി പോലും ഇല്ലാത്ത മലയാളത്തിന്റെ പ്രിയ ഗായികയുടെ ചിത്രങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പെടണം. മലയാളികളുടെ സ്വന്തം വാനമ്പാടിയാണ് KS ചിത്ര. ആരാധകരുടെ സ്വന്തം ചിത്രാമ്മയായും ചിത്ര ചേച്ചിയായും ഇപ്പോഴും ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്ര. 1979 MG രാധാകൃഷ്ണനാണ് ചിത്രയെ സംഗീത ലോകത്തിന് പരിചയപ്പെടുത്തിയത്. പിന്നീട് ഈ ഗായിക മലയാള ഗാനരംഗത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് 2002 ഡിസംബറിൽ KS ചിത്രയ്ക്കും ഭർത്താവ് വിജയ് ശങ്കറിനും മകൾ പിറന്നത്. സത്യസായി ബാബയുടെ ഭക്ത കൂടിയാണ് ചിത്ര. ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായി ബാബയാണെന്ന് ചിത്ര മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ 2011 ഏപ്രിൽ 14 ദുബായിലെ വില്ലയിൽ നീന്തൽക്കുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു. സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത്. AR റഹ്മാന്റെ സംഗീത നിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്ര. സംഗീത നിശയുടെ റിഹേഴ്സലിന് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ദുരന്തമുണ്ടായത്. കുട്ടിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നീന്തൽക്കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് 9 വയസ്സു മാത്രമായിരുന്നു പ്രായം. ഇപ്പോഴിതാ മകൾ നന്ദനയുടെ ഓർമ്മദിനത്തിൽ വികാരനിർഭരമായ കുറിപ്പാണ് KS ചിത്ര സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. താൻ അവസാന ശ്വാസം എടുക്കുന്നത് വരെ തന്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അകാലത്തിൽ വേർപെട്ട മകളുടെ ഓർമ്മകളിൽ ചിത്ര കുറിച്ചിരിക്കുന്നത്. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ വിട്ടുപിരിഞ്ഞിട്ടില്ല. ഞാൻ അവസാന ശ്വാസം എടുക്കും വരെ നീ എൻ്റെ ഹൃദയത്തിൽ ജീവിക്കും എന്നും ചിത്ര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ചിത്രയുടെ പോസ്റ്റിന് കീഴെ നന്ദനയുടെ ഓർമ്മകളിൽ സ്നേഹാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട്. മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ഓർമ്മ ദിനത്തിലും KS ചിത്ര കുറിപ്പ് പങ്കുവയ്ക്കാറുണ്ട്. അത് ചിത്രയെ സ്നേഹിക്കുന്ന മലയാളികളെയും നൊമ്പരപ്പെടുത്തുന്ന കുറിപ്പായിരിക്കും. മകളില്ലാത്ത ജീവിതം നൽകുന്ന വേദനയെക്കുറിച്ച് ചിത്ര മുൻപും പങ്കുവച്ചിട്ടുണ്ട്. നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളിലാണ് ചിത്രയുടെ ജീവിതം. നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നതാണെന്ന് ചിത്ര ഒരു അഭിമുഖത്തിൽ പണ്ട് പറഞ്ഞിരുന്നു. കുഞ്ഞിനെ ദത്തെടുക്കാൻ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം. പഠനം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നടത്തണം. അതുവരെ തങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം അറിയില്ലെന്നും അതിനാലാണ് ദത്തെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര പറഞ്ഞിരുന്നു. ഇപ്പോൾ നന്ദനയെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെന്നും ചിത്ര പറഞ്ഞു. മകളെ ഓർത്തുകൊണ്ടാണ് ഓരോ ദിവസവും താനും ഭർത്താവും എഴുന്നേൽക്കുന്നതെന്നും നന്ദനയുടെ മരണം ജീവിതത്തിന് തന്ന ആഘാതം വലുതാണെന്നും ചിത്ര അന്ന് ഓർത്തെടുത്തിരുന്നു. ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം തനിക്ക് താങ്ങാൻ കഴിയുമെന്നും മകളുടെ മരണത്തേക്കാൾ വലിയ ആഘാതമൊന്നും തനിക്ക് ഇനി വരാനില്ലെന്നും ചിത്ര അന്ന് പറഞ്ഞിരുന്നു. മലയാളികൾക്ക് കൂടി പ്രിയങ്കരിയായ പാട്ടുകാരിയുടെ ഏറ്റവും വലിയ ദുഃഖത്തിൽ ആസ്വാദകരും പങ്കുചേരാറുണ്ട്. എന്നും നിറച്ചിരിയോടെ മാത്രമേ സംഗീത ആസ്വാദകർ ചിത്രയെ കണ്ടിട്ടുള്ളൂ. തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദി, ബംഗാളി, അസാമീസ് ഭാഷകളിലുമായി 25,000-ത്തിലധികം സിനിമാ ഗാനങ്ങൾ ആരാധകരുടെ സ്വന്തം ചിത്രാമ്മ പാടിയിട്ടുണ്ട്. ഇതിനു പുറമെ 7,000-ത്തിലധികം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 6 തവണ ലഭിച്ച ചിത്രയ്ക്ക് വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2005 ചിത്രയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ഈ വർഷം പത്മഭൂഷൺ പുരസ്കാരം നൽകിയും രാജ്യം ചിത്രയെ ആദരിച്ചിരുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.